ഞാനൊരിക്കലും അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ പറ്റും, എനിക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. ചിലപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് വരുന്ന് സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ ലൈഫിൽ സാധിക്കുമെന്ന് ഉള്ളിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പം ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ കൂടെ ഒരു 1.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും വീട്ടിലെ ഒരാളെ പോലെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ സ്റ്റക്കായിപ്പോയി. എന്നെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റരുതെന്ന്, ചേട്ടാ ഞാനാണോ വിളിക്കേണ്ടത്, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എൻ്റെ പേരറിയായിരുന്നു, എനിക്ക് ഓട്ടോഗ്രാഫ് തന്നു. അപ്പം എന്നോട് പേരൊന്നും ചോദിച്ചില്ല. എൻ്റെ അതല്ല എനിക്ക് ഭയങ്കര ഇതായി. എന്നോട് പറഞ്ഞു, ഓട്ടോഗ്രാഫിനോട് പറഞ്ഞു ടീഷർട്ടിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ പിടിച്ചത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ശരിക്കും ഒന്ന് വലിച്ച് പിടിക്കും, ഇങ്ങനെ പിടിച്ചാലേ കറക്റ്റായിട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. കാരണം അദ്ദേഹം അത് തരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. അതായത് മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനപ്പോൾ നോക്കിയപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അത്രയും തിരക്കും ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വീട്ടിൽ ഫാമിലിയുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയോ? ഇല്ല, കുറച്ചേ കിട്ടിയുള്ളൂ, ചെന്നൈക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈസി ഒരു സമയത്ത് എന്നെ കാണാനായിട്ട്. അപ്പോൾ ചേട്ടാ നിങ്ങളെപ്പോലെയുള്ളവരല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇപ്പം മീഡിയയിൽ ഇങ്ങനെ വരുമെന്നോ ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ഓർത്ത കാര്യമല്ല.